അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വല്ലദീന യുൻഫിഖൂന അംവാലഹും റിയാഅൻ നാസി വലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിർ വമൻ യകുനി ശൈത്വാനു ലഹു ഖരീനൻ ഫസാഅ ഖരീന. പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, സൂറത്ത് നിസായിലെ 38-ാമത്തെ ആയത്താണ് ഞാനിവിടെ ഓതി കേൾപ്പിച്ചത്. അള്ളാഹു പറയുന്നു, യാതൊരു കൂട്ടരും തങ്ങളുടെ സ്വത്തുക്കൾ മനുഷ്യരെ കാണിക്കുവാനായി അവർ ചിലവഴിക്കും. അള്ളാഹുവിലാകട്ടെ അന്ത്യനാളിലാകട്ടെ അവർ വിശ്വസിക്കുന്നുമില്ല. ഇങ്ങനെയുള്ളവരെയും അള്ളാഹു സ്നേഹിക്കുകയില്ല. അത് ആന്തരികാർത്ഥം. ആർക്കെങ്കിലും പിശാച് കൂട്ടാളിയാകുന്നുവെങ്കിൽ അവൻ വളരെ മോശപ്പെട്ട കൂട്ടാളിയത്രേ. ഒരുപാട് നിയമങ്ങൾ, വളരെ ഗൗരവമായ വിഷയങ്ങൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സൂറയാണ് സൂറത്ത് നിസാ. ഈ 38-ാമത്തെ ആയത്തിലും വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന ഒരു വിഷയമാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, എല്ലാവരും തന്നെ അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ അന്ത്യനാളിൽ നമ്മൾ കണ്ടുമുട്ടും എന്ന ആ ഒരു വലിയ സത്യം വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ നമ്മളിൽ പലരും മറക്കുന്നു, അല്ലെങ്കിൽ അതൊരു ഗൗരവത്തിൽ കാണുന്നില്ല. അന്ത്യനാളിൽ മാത്രമേ നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയുള്ളൂ. അതും അവൻ അനുഗ്രഹിച്ചവർ, അവൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ തിരുമുഖം ദർശിക്കുക എന്നത് തന്നെയാണ്. സ്വർഗത്തിലേക്കുള്ള അവൻ്റെ പ്രവേശനം ലഭിച്ചതിന് ശേഷം മാത്രം അവന് ലഭിക്കുന്ന ആ സൗഭാഗ്യം, അത് കിട്ടുക ആർക്കാണ്? അള്ളാഹുവിനെ കാണിക്കുവാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം അവരുടെ ധനം ചെലവഴിക്കുകയും ആളുകൾ കാണിക്കാൻ വേണ്ടിയല്ലാതെ, ഈ ഒരു സത്യത്തെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ കണക്ക് പറയേണ്ടി വരുമെന്ന ആ ബോധത്തെ, അവൻ്റെ തൃപ്തിയിലൂടെ മാത്രമേ നമുക്ക് സ്വർഗം ലഭിക്കൂ എന്നുള്ള ആ ഒരു വിശ്വാസത്തെ ഉറപ്പിച്ചു നിർത്തുന്നവർ, അവർക്ക് മാത്രമേ ഇത്തരമൊരു സൗഭാഗ്യം ലഭിക്കുകയുള്ളൂ. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കീർത്തി നേടുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാതെ ആളുകൾ അറിയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എത്ര വലിയ പുണ്യകർമ്മങ്ങളായാലും അത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവില്ല, അത് അവൻ്റെ പ്രീതിയും പ്രതിഫലവും ഉദ്ദേശിച്ചല്ലാതെ ചെയ്താൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്, നിങ്ങളെപ്പറ്റി ഞാൻ ഭയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ഭയാനകമായത് ചെറിയ ശിർക്കാകുന്നു. എന്താണ് ചെറിയ ശിർക്കെന്ന് സഹാബികൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കലാണ്. ഇഹത്തിൽ വെച്ച് ഏതൊരു കൂട്ടരെ കാണിക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്തിരുന്നുവോ അവരുടെ അടുക്കൽ ചെന്നേക്കുവിൻ. എന്നിട്ട് അവരുടെ അടുക്കൽ വെച്ച് വല്ല പ്രതിഫലവും ഗുണവും കിട്ടുവാനുണ്ടോ എന്ന് നോക്കുവിൻ എന്ന് ഖിയാമത്ത് നാളിൽ അവരോട് അള്ളാഹു പറയുമെന്ന് ബൈഹഖി റഹ്മത്തുള്ളാഹിയുടെ ഒരു റിവായത്തിൽ വന്നിരിക്കുന്നു. പിശാച് മനുഷ്യൻ്റെ കൂട്ടാളി ആവുക എന്നത് ഏറ്റവും വേദനാജനകമായ ഒരു അവസ്ഥയാണ്. മനുഷ്യർ പ്രലോഭനങ്ങൾക്ക് സദാ അടിമകളാണ്. അവർക്ക് ഏത് കാര്യവും വളരെ നന്നായിക്കൊണ്ട് അലങ്കാരമായി തോന്നിപ്പിക്കുക എന്നതാണ് പിശാചിൻ്റെ ഉത്തരവാദിത്വം. ആദം നബിയോടൊപ്പം അള്ളാഹു ഭൂമിയിലേക്ക് അയച്ച ഒരു വ്യക്തി തന്നെയാണ് ഇബ്ലീസ്. അവൻ അള്ളാഹുവിൽ നിന്നും ജനങ്ങളെ വഴിതെറ്റിക്കുവാനുള്ള പെർമിഷനും വാങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ അതൊരു സത്യം തന്നെയാണ്. അള്ളാഹു എന്ന സത്യത്തെ നമ്മൾ തിരിച്ചറിയുന്നതോടൊപ്പം പിശാച് എന്ന സത്യത്തെയും നമ്മൾ മനസ്സിലാക്കണം. ഖരീൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ. നമ്മൾ ഒരാളെ കൂട്ടുകാരനാക്കുമ്പോൾ നമ്മൾ അവരുടെ പാതയിലാവും. അവർ ചെയ്യുന്നതെല്ലാം നമുക്ക് നല്ലതായി തോന്നും, അവരെ നമ്മൾ വിശ്വസിക്കും. ആ ഒരു വിശ്വാസത്തെ ചതിക്കുകയാണ് ഈ പിശാച് എന്ന കൂട്ടുകാരൻ. അവൻ നമുക്ക് ഐഹിക ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി തോന്നിപ്പിക്കും, എന്നിട്ട് നമ്മളെ അതിലേക്ക് കൊണ്ടിടും. എന്നാലോ അന്ത്യനാളിൽ നമ്മൾ
ആ പേരിൽ അവിടെ ശിക്ഷിക്കപ്പെടുമ്പോൾ അവൻ ഒഴിഞ്ഞു മാറും. ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലോ അനുസരിക്കാൻ എന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അവിടെ അവൻ നമ്മളോട് കാണിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും അബദ്ധം മനസ്സിലാവുക അങ്ങ് എത്തിയാലായിരിക്കും. അതിനാൽ ഓരോ സത്യവിശ്വാസിയും തിരിച്ചറിയണം തൻ്റെ ഈ ആജന്മശത്രുവിനെ. ഒരുപാട് സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട് അദുവ്വു മുബീൻ എന്ന്, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്ന്. വളരെ ക്ലിയർ കട്ടായിക്കൊണ്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നു. എന്നിട്ടും നമ്മൾ ബുദ്ധി അല്പം പോലും ഉണ്ടെങ്കിൽ നമ്മളത് ചിന്തിക്കണ്ടേ? സത്യത്തിൻ്റെ രണ്ട് പാത, സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയുമായ രണ്ട് പാതകൾ നമുക്ക് മുമ്പിൽ അള്ളാഹു തുറന്നു വെച്ചിട്ടുണ്ടെന്ന് സൂറത്ത് ബലദിൽ പറയുന്നുണ്ട്. അതിൽ ഒരുപക്ഷെ നമ്മൾ സന്മാർഗത്തിലായേക്കാം, ഒരുപക്ഷെ നമ്മൾ ദുർമാർഗത്തിലായേക്കാം എന്നും ഖുറാനിൽ അള്ളാഹു പറയുന്നുണ്ട്. നമ്മളാണ് തീരുമാനിക്കേണ്ടുന്നത്. പ്രാർത്ഥന സദാ അള്ളാഹുവിനോട് നമ്മുടെ ലഭിച്ച ഹിദായത്ത് നിലനിർത്തി തരുവാനുള്ള പ്രാർത്ഥന. നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ആളുകളെ വളരെ വളരെ നല്ല നിലയിൽ ജീവിച്ചതിന് ശേഷം വഴികേടിലേക്ക് പോകുന്നത്. ഒരിക്കൽ മുസ്ലിമ എന്നതുകൊണ്ടോ ഒരു മുസ്ലിം ഉമ്മയുടെ വയറ്റിൽ ജനിച്ചു എന്നതുകൊണ്ടോ നമ്മളൊരിക്കലും എല്ലാ കാലവും സന്മാർഗത്തിൽ ജീവിക്കണമെന്നില്ല. അതിനാൽ നമുക്ക് ലഭിച്ച സന്മാർഗത്തെ നമ്മൾ സദാ പ്രാർത്ഥിച്ചുകൊണ്ടും അതിനെ മുറുകെ പിടിച്ചുകൊണ്ടും നമ്മുടെ ഈമാനിനെ നമ്മൾ ദുർബലപ്പെടുന്നെന്ന് തോന്നുന്ന അവസരത്തിൽ അള്ളാഹുലേക്ക് അടുത്ത് കൂടുതൽ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്തും പ്രാർത്ഥനകൾ ചെയ്തും പാതിരാവിൽ ഇസ്തിഗ്ഫാർ ചെയ്തും അതിനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ പിശാച് നമ്മെ പിടികൂടാനുള്ള എല്ലാ അവസരങ്ങളും നമ്മൾ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ യുദ്ധമാണ് ജീവിതം. ഐഹിക ജീവിതം വളരെ തുച്ഛമാണ്, പരലോക ജീവിതമാണ് ശാശ്വതവും ദൈർഘ്യമേറിയതും എന്നെന്നും നിലനിൽക്കുന്നതും. ഈ സത്യം തിരിച്ചറിയുവാൻ എന്നെയും നിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.